ഓം തപോവനം ശ്രീ സത്യസായി സച്ചരിതം ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പുണ്യചരിതം അർപ്പണം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ തൃപ്പാദ പത്മങ്ങളിൽ ഹൃദയംഗമമായ പ്രണാമം. എൻ്റെ ഈശ്വരനാണ് അവിടുന്ന്. നിസ്സീമമായ കൃപയാൽ തൻ്റെ ദിവ്യപ്രേമത്താൽ പ്രപഞ്ചത്തെ മുഴുവനും അവിടുന്ന് ആകർഷിക്കുന്നു. തൻ്റെ ആനന്ദവും സംരക്ഷണവും ചൊരിയുന്നു. ആ മൃദുലമായ പ്രേമവും കരുണയും ഒരുവനും വിവരിക്കാനാവില്ല. ബാബയുടെ പുണ്യകഥകൾ എഴുതാനുള്ള അഭിനിവേശം ബാബ തന്നെയാണ് കൃപയോടെ എന്നിൽ ഉണർത്തിയത്. വിഭുവിൻ്റെ പുണ്യചരിതം എണ്ണമറ്റ ഭക്തന്മാർക്ക് പാരായണ ഗ്രന്ഥമായി പ്രയോജനപ്പെടും. അങ്ങനെയാണ് ഈ ഗ്രന്ഥം രൂപപ്പെട്ടത്. ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നു, ഈശ്വരച്ചയില്ലാതെ ഒരു പുൽനാമ്പ് പോലും ചലിക്കുന്നില്ല. ഭഗവാന്റെ ചരിതം എഴുതാൻ എന്നെ അവിടുന്ന് ഉപകരണമാക്കി. അത് സ്വാമിയുടെ അളവറ്റ പ്രേമത്തിൻ്റെ കൃപയുടെ സൂചന മാത്രം. വൈകുണ്ഠത്തിൽ നിന്നും അവതരിച്ച മഹാവിഷ്ണു തന്നെയാണ് ബാബ. എത്രയോ തവണ അവിടുന്ന് ഇക്കാര്യം എണ്ണമറ്റ ഭക്തന്മാരുടെ മുന്നിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. വിഷ്ണു എന്നാൽ സർവ്വവ്യാപി. പുട്ടപർത്തി ഭൂലോക വൈകുണ്ഠവും പരമമായ ശാന്തിയുടെയും ദിവ്യധാമമാണത്. അവിടം പാപത്തെ നശിപ്പിക്കുന്നു, മോക്ഷമരുളുന്നു, പരമാനന്ദം നൽകുന്നു. നഗ്നദൃഷ്ടികൾക്ക് പോലും ഇത് വ്യക്തം. ശ്രീരാമൻ അയോധ്യയെ ഒരുക്കി, ശ്രീകൃഷ്ണൻ ദ്വാരകയെ, ശ്രീ സായിബാബ സിദ്ധിയെയും ശ്രീ സത്യസായിബാബ ദിവ്യേച്ഛയിൽ പുട്ടപർത്തിയെ ആധ്യാത്മിക മഹിമയുടെ പുണ്യകേന്ദ്രമായി രൂപപ്പെടുത്തി. ഭഗവാന്റെ അപാര കൃപയാൽ പ്രശാന്തി നിലയത്തിൽ അവിടുത്തെ സന്നിധിയിൽ കഴിയുവാൻ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. നിരവധി ജന്മങ്ങളിൽ നേടിയ ആധ്യാത്മികോന്നതിയുടെ പ്രതിഫലമായി കിട്ടിയതാണ് ഈ പുണ്യഫലമെന്ന് ഞാൻ കരുതുന്നു. ആയിരങ്ങൾ ഇവിടെയുണ്ട്. എന്നെപ്പോലെ ഇവിടെ താമസിമാക്കി ദർശന സ്പർശന സംഭാഷണങ്ങളുടെ ആനന്ദം അനുഭവിക്കുന്നവർ, കൂടാതെ നിത്യേന ദർശനത്തിനെത്തുന്ന ആയിരങ്ങൾ വേറെയും. ഉത്സവവേളകളിൽ എണ്ണമറ്റ് ഭക്തജനങ്ങൾ കിട്ടുന്ന ഇടങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നു. ഓരോരുത്തർക്കും ഭഗവാന്റെ ദിവ്യമഹിമകൾ നിരവധി പറയാനുണ്ട്. ഇവരുടെ എല്ലാം ആധ്യാത്മിക അനുഭവങ്ങൾ തയ്യാറാക്കാൻ ഒരുങ്ങിയാൽ അത് അനവധി വലിയ ഗ്രന്ഥങ്ങളായി മാറും. ഒരിക്കൽ ബാബ അരുളി, അഞ്ജനപർവ്വതം കടലിൽ കലക്കി മഷിയാക്കി, കൽപ്പവൃക്ഷ ശാഖകൾ തൂലികയാക്കി, ഈ ധരയെ എഴുത്തൂലയാക്കി, ജ്ഞാനദേവതയായ സാക്ഷാൽ സരസ്വതി ദേവി എഴുത്തിരുന്നാലും സ്വാമിയുടെ അനന്തലീലകളുടെ വ്യാപ്തി, അവിടുത്തെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത, പ്രാദുർഭാവം, വിഹാരം, അത്ഭുത പ്രവൃത്തികൾ എഴുതി പൂർത്തിയാക്കുക അസാധ്യം. എന്നിരുന്നാലും പൂർണ്ണ വിനയത്തോടുകൂടി പറയട്ടെ, അത് അസാധ്യമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറഞ്ഞത് പർവ്വതത്തെ കണ്ണാടിയിൽ ഒരു അളവ് വരെയെങ്കിലും പ്രതിഫലിപ്പിക്കാൻ കഴിയുമല്ലോ. അതിനാൽ ആ സാഹസകർമ്മത്തിന് ഞാൻ മുതിർന്നു. അതാണ് സർവ്വവ്യാപിയായ ആത്യന്തിക സത്യത്തെ, ശ്രീ സത്യസായി പരബ്രഹ്മമെന്ന പ്രപഞ്ച തത്വത്തെ ഈ ചെറിയ പുസ്തകത്താളുകളിൽ വർണ്ണിക്കാൻ വാക്കുകൾക്കതീതമായ കൃപാതിരേകത്താൽ ഭഗവാൻ പവിത്രമായ ഗുരുപൂർണിമ ദിനത്തിൽ ഈ കൈയെഴുത്തു പ്രതി സ്പർശിച്ച് അനുഗ്രഹിച്ചു. ആധുനിക ലോകത്ത് ജീവിതം തിടുക്കമേറിയത് ആധ്യാത്മിക സാധനങ്ങൾക്കായി സമയം കണ്ടെത്താൻ പലർക്കും കഴിയുന്നില്ല. അവരുടെ സൗകര്യത്തിനായി ഈ ഗ്രന്ഥം 7ആയി തിരിച്ചിരിക്കുന്നു. ഓരോന്നും വായിക്കുവാൻ ഏറിയാൽ 1 മണിക്കൂർ. ഓരോ ദിവസവും ഓരോ ഭാഗം എന്ന വിധം 7 ദിവസം കൊണ്ട് എളുപ്പം വായിച്ചു തീർക്കാം. ഭക്തിപൂർവ്വം വായിക്കുന്ന ഭക്തനെ ഇതിലെ ഓരോ സംഭവങ്ങളും വിഷയങ്ങളും ആധ്യാത്മിക സാക്ഷാത്കാരത്തിൻ്റെ സാമീപ്യത്തിലേക്ക് നയിക്കും. ഭക്തിപൂർവ്വം സമർപ്പണപൂർവ്വം വായന പൂർത്തിയാക്കിയാൽ ഹൃദയം ശുദ്ധമായി ശോഭിക്കും, തേജസ്സുറ്റതും സ്ഫടിക തുല്യവുമാവും. വിനയപൂർവ്വം ഓരോ ഭക്തനോടും ഞാൻ അപേക്ഷിക്കുന്നു, സായീശ്വരനെ മനോമന്ദിരത്തിലേക്ക് ക്ഷണിക്കൂ. ഹൃദയപുഷ്പങ്ങൾ ആ തൃപ്പാദത്തിൽ അർപ്പിക്കൂ. പൂർവ്വജന്മങ്ങളിലെ സത്കർമ്മങ്ങളുടെ പുണ്യഫലം നിവേദ്യമായി സമർപ്പിക്കൂ. പ്രേമാനന്ദാശ്രുക്കളാൽ ആ തൃപ്പാദം കഴുകൂ. ഈ ഗ്രന്ഥപാരായണത്താൽ നിങ്ങൾക്ക് പാപവിമോചനമുണ്ടാകട്ടെ. പ്രേമബന്ധിതരായ സായി കുടുംബത്തിലെ ലക്ഷക്കണക്കിന് ഭക്തന്മാരെയും ഞാൻ വിനയപൂർവ്വം കൂപ്പുകൈകളോടെ പ്രണമിക്കുന്നു. സനാതന സംരക്ഷകനായ ഭഗവാന്റെ തിരുമുൻപിൽ ഈ എളിയ നൈവേദ്യം ഞാൻ സമർപ്പിക്കുന്നു.